വഞ്ചി യാത്ര. വഞ്ചി യാത്ര സാധാരണ രീതിയിൽ സാധാരണക്കാരുടെ ഒരു യാത്രയാണ്. സാധാരണക്കാരനല്ല, അക്കരെയുള്ളവൻ ഇക്കരെ എത്താനും ഇക്കരെയുള്ളവൻ അക്കരെ എത്താനുമുള്ള ഒരു യാത്രക്ക് വളരെ ലളിതമായ രീതിയിൽ അന്ന് കണ്ടുപിടിച്ച ഒരു യാത്രയാണ് വഞ്ചി യാത്ര. ഇന്നും അതുണ്ട്. ഇനി വരുന്ന തലമുറക്ക് അതുണ്ടാകുമോ എന്ന് അറിയില്ല. എന്നാലും അതിമനോഹരമാണ് ഈ യാത്രകളൊക്കെ. ആ നിൽക്കുന്നതൊക്കെ മീൻ ബോട്ടുകളാണ്. ഇതൊരു ദ്വീപാണ്. തിരൂർ പടിഞ്ഞാറക്കര പുഴയിലെ ദ്വീപ്. ഇനി ഇക്കരയിൽ നിന്നും അക്കരയിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ. ആ കാണുന്ന സ്ഥലത്തേക്ക് ഈ കാണുന്ന സ്ഥലത്ത് നിന്നും വഞ്ചിയിലൂടെ ഒരു യാത്ര. തൊട്ടപ്പുറത്ത് ബോട്ടുകളുണ്ട്. ഒരു പാലം പണി നടക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്കകം ആ പാലം പണി പൂർത്തീകരിച്ചാൽ പിന്നെ ഈ വഞ്ചി യാത്ര ഒരു ചാഞ്ചന യാത്രയായി മാറാം. ഈ വഞ്ചി ഇപ്പോൾ കാണുന്ന ആസ്വാദകരൊന്നും പിന്നീട് ഉണ്ടായില്ലെന്നും വരാം. ഞങ്ങളുടെ യാത്രയിലെ മനോഹാരിത മനസ്സിലാക്കാൻ ഞങ്ങൾ അതാ വഞ്ചിയിലേക്ക് കയറി യാത്ര തുടങ്ങാൻ പോവുകയാണ്. ആ ദ്വീപിലൂടെയുള്ള മനോഹരമായ ഒരു യാത്രയാണ്. മീൻവള്ളങ്ങളും മണൽ വള്ളങ്ങളും എല്ലാം ധാരാളം പുഴയിലൂടെയുണ്ട്. ഉച്ച സമയമായതിനാൽ മറ്റുള്ള വള്ളങ്ങളൊന്നും ഇതിലൂടെ സഞ്ചരിക്കാത്ത ഒരു സമയമാണ് ഇപ്പോൾ. വഞ്ചിയുടെ വഞ്ചി സ്റ്റാൻഡാണ് ആ കാണുന്നത്. മീൻ ബോട്ടുകളാണ്. വെള്ളിയാഴ്ചയായതിനാൽ മീൻ ബോട്ടുകളൊക്കെ ഇവിടെ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്നു. പ്രധാന വഴികളിൽ ഒന്നായ ഒരു വഴിയാണത്. പുറത്തൂരിൽ നിന്നും ഈ കടവത്തേക്ക് എത്തിക്കാനുള്ള പ്രധാന ഒരു വഴിയാണ് റോഡ് മാർഗം. ഇനി യാത്രയിലാണ്, മനോഹരമായ യാത്ര. ഓളങ്ങൾ തുള്ളിത്തുള്ളി കളിക്കുന്നുണ്ട്. ഏതോ പാട്ട് കേട്ടിട്ടാണോ എന്നറിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മക്കൾക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു യാത്രയാണ്. പിന്നീടത് ഓർമ്മയിലെ ഒരു യാത്രയായി മാറാം. യാത്രക്കല്ലെങ്കിലും വെറുതെയെങ്കിലും ഒന്ന് സഞ്ചാരമാക്കുന്നത് നല്ലതാണ് ഈ യാത്ര. AD 1900 എത്രയോ മുന്നേ ഉള്ള പുഴയാണല്ലോ ഇത്. എല്ലാവർക്കും വാഹന സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട്